Hi everyone. അപ്പോൾ എന്താണ് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, അതായത് S6 സിവിലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് എന്ത് ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. നമ്മൾ S1 മുതൽ S5 ഇതുവരെയുള്ള എല്ലാ സബ്ജക്ട്സിന്റെ എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഔട്ട് ഓഫ് 100 ആണ് നമ്മുടെ എക്സാംസ്. ഓരോ മോഡ്യൂളിനും 20 മാർക്ക് എന്നുള്ളൊരു വെയിറ്റേജ് ആണ്. ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് അങ്ങനെയൊന്നുമല്ല. ഞാനൊരു പുതിയ ആളാണ്, ഞാൻ വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ വരുന്നത്. എന്താണ് സംഭവം? ഇവിടെ അങ്ങനെ എല്ലാ മോഡ്യൂളിലും 20 മാർക്ക് അല്ല. നമുക്ക് രണ്ട് റീസൺസ് പറയാം. ഒന്ന്, ഈ സബ്ജക്ട് നമുക്കൊരു പണിയാണ്, അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു മോഡ്യൂൾ പഠിച്ചാൽ നമ്മൾ പാസ്സാവും. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റും സെക്കൻഡ് മോഡ്യൂളിന് 10 മാർക്കിന്റെ വെയിറ്റേജേ ഉള്ളൂ. തേർഡ് മോഡ്യൂളിന് 50 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അതായത് നമ്മൾ അണ്ടറിലുള്ള പകുതി മാർക്കും തേർഡ് മോഡ്യൂൾ പഠിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ എന്താണ്, നമുക്ക് ഡിസൈൻ ആണ് അവിടെ പഠിക്കാനുള്ളത്. അങ്ങനെ അതേപോലെ തന്നെ ഫോർത്തും ഫിഫ്ത്തും എന്താണ് 15 മാർക്ക്, ടോട്ടൽ 30 മാർക്സ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് 4 മോഡ്യൂൾ പഠിച്ചാൽ 50 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ പഠിച്ചാൽ നമുക്ക് 50 മാർക്ക് കിട്ടും. എന്ന് പറയുന്ന തിയറി വിട്ട് കളയാൻ നിൽക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് അത്യാവശ്യം ബേസിക് ഐഡിയാസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് എന്താണ് തള്ളാൻ പറ്റും ഈ സബ്ജക്ട്. ഓക്കെ, ബേസിക് ഐഡിയ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി സ്വന്തമായിട്ട് തള്ളാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് തുടങ്ങുമല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂൾ. നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. എന്താണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്? അതിന്റെ കമ്പോണൻസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, വയേഴ്സ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, കോസ് ഓഫ് ഫെയിലിയർ ഏതൊക്കെയാണ്, പിന്നെ എന്താണ് ബ്ലൈസ് തിയറി, ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പ് വെയർ, ഡിസൈൻ ഓഫ് ഇംപെർവിയസ് ഫ്ലോർ, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ബൈ കോസ്ലാസ് തിയറി. അത് നമുക്ക് ബ്ലൈസ് തിയറി, കോസ്ലാസ് തിയറി പഠിക്കണം, ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് പഠിക്കണം, വയേഴ്സ് എന്താണ് പഠിക്കണം. 4 ടോപ്പിക്കേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം, ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ചിലപ്പോൾ ചോദിക്കും, ലൈക്ക് ഒരു 8 മാർക്കിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. 8 മാർക്കിന് ഒരു പ്രോബ്ലം, 2 മാർക്കിന് ഒരു തിയറി നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ്, എന്താണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്? The works which are constructed at the head of the canal in order to divert the river water towards the canal. എന്താണ് നമ്മുടെ റിവറിന്റെ സൈഡിൽ നമ്മുടെ കനാലിലേക്ക് വെള്ളം വരാനായിട്ട് നമ്മൾ അവിടെ കുറച്ച് വർക്ക് കൺസ്ട്രക്ട് ചെയ്യും. അതായത് ചില കൺസ്ട്രക്ഷൻസ് നടത്തും. എന്തിനാണ്? റിവറിൽ നിന്ന് കനാലിലേക്കുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്തെടുക്കാൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ഡൈവേർഷൻ ഹെഡ് വർക്ക്. അത് നമ്മൾ ഇത് എവിടെ വയ്ക്കും, ആ സൈറ്റ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും, അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇത് ചോദിച്ച് പലതവണ കണ്ടിട്ടുണ്ട്. 3 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് 5 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് സുഖമായിട്ട് കിട്ടും. അറ്റ് ദ സൈഡ് ദ റിവർ ഷുഡ് ബി സ്ട്രെയിറ്റ് ആൻഡ് നാരോ. അതെന്താണ്, നമ്മൾ ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് വെക്കുന്ന സ്ഥലത്ത് എന്താണ്, റിവർ സ്ട്രെയിറ്റും നാരോ ആയിരിക്കണം. റിവർ ബാങ്ക് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. റിവറിന്റെ ബാങ്ക്സ് ഒക്കെ പക്കായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം നമ്മൾ. ദ വാല്യുബിൾ ലാൻഡ് ഷുഡ് നോട്ട് ബി സബ്മേഴ്സ്ഡ് വിത്ത് ദ വെയർ ഓർ ബാരേജസ് കൺസ്ട്രക്റ്റഡ്. അത് തൊട്ടുള്ള വാല്യുബിൾ ലാൻഡിന് വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യുബിൾ ലാൻഡ് വെള്ളത്തിനിടയിൽ സബ്മേഴ്സ്ഡ് ആയി പോകാൻ പാടില്ല. The elevation of the site should be much higher than the area to be irrigated. നമ്മൾ ചെയ്യുന്ന ഈ വർക്ക് എന്താണ്, നമുക്ക് വെള്ളം എത്തിക്കേണ്ട ഇറിഗേറ്റ് ചെയ്യാനുള്ള ഏരിയക്കാരും ഹൈറ്റിലായിരിക്കണം. കാരണം നമുക്ക് അപ്പോൾ എന്താണ് ഗ്രാവിറ്റി ഫ്ലോ വഴി അങ്ങ് പോകാൻ, നമുക്ക് അഡീഷണൽ പമ്പിംഗ് ഒന്നും ആവശ്യം വരില്ല. The site should be easily accessible by roads or railways. റോഡും റെയിൽവേ ഒക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. കാരണം നമുക്ക് എന്താണ് മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കണം. The materials of construction should be available in the vicinity of the site. നമുക്ക് ഈ കൺസ്ട്രക്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് തൊട്ടടുത്ത് തന്നെയാണ്. എന്താണ്, എക്കണോമിക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. പർപ്പസ് ഓഫ് ഡൈവേർഷൻ നെറ്റ്വർക്ക്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡൈവേർഷൻ നെറ്റ്വർക്ക്സ് നടത്തുന്നത്? ഇറ്റ് റൈസസ് എ വാട്ടർ ലെവൽ ഇൻ ദ റിവർ സോ ദാറ്റ് ദ കമാൻഡഡ് ഏരിയാസ് ഇൻക്രീസ്. അതായത് നമ്മൾ എന്താണ് റിവറിന്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും നമ്മൾ ഇറിഗേഷൻ പ്രോജക്ട്സിന് വേണ്ടിയിട്ടായിരുന്നു. സോ എന്താണ്, നമുക്ക് ഈ വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഏരിയ എന്താണ് കൂട്ടാൻ പറ്റും. ഇറ്റ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് വാട്ടർ ഇൻ ടു ഇറിഗേഷൻ ഓർ പവർ കനാൽ. ഈ സാധനം എന്താണ്, നമ്മളെ കനാലോട്ട് വരുന്ന വാട്ടറിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ ഡൈവേർഷൻ നെറ്റ്വർക്ക്സ്. ഇറ്റ് പ്രൊവൈഡ് സ്റ്റോറേജ് ഓഫ് വാട്ടർ ഫോർ എ ഷോർട്ട് പീരീഡ്. കുറച്ച് നാളത്തെ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അനദർ ഓപ്ഷൻ. കൺട്രോൾസ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ കനാൽ. നമ്മളൊരു വെള്ളം മാത്രമല്ല, നമ്മൾ റിവറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് സെഡിമെന്റ്സും സിൽറ്റ് ഒക്കെ വരാം. സോ അതിന്റെ കൺട്രോളും ആര് റെഗുലേറ്റ് ചെയ്യും? ഡൈവേർഷൻ ഹെഡ് വർക്ക്സ് റെഗുലേറ്റ് ചെയ്യും. ഈ കാണുന്നതാണ് എന്ത്, ഒരു ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ ഒരു ഫിഗർ ആണ്. നമുക്ക് മാർജിനൽ ബൺ ജോയിൻ ടു ഹൈ കോണ്ടോസ് ഉണ്ട്, ഗൈഡ് ബാങ്ക്സ് ഉണ്ട്, റിവർ ഫ്ലോ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള ഇമ്പോർട്ടന്റ് പാർട്സ് എപ്പോഴും പഠിച്ചു വെച്ചിരിക്കണം. ദാറ്റ് ഇസ് എന്താണ്, ഫസ്റ്റ് മാർജിനൽ ബണ്ടാണ്, ഗൈഡ് ബാങ്ക് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഡിവൈഡ് വാൾ ഉണ്ട്, ഫിഷ് ലാഡർ ഉണ്ട്, വെയർ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഓഫ് ടേക്കിംഗ് കനാൽ നമുക്ക് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട പാർട്സ്. ഓക്കെ, ഇനി ഈ പാർട്സിന്റെ ഒക്കെ ഫംഗ്ഷൻസ് എന്താ നമുക്ക് നോക്കാം. വേസ് ആൻഡ് ബരാജസ്. എന്താണ് വേസ് ആൻഡ് ബരാജസ്? വേസ് ആൻഡ് ബരാജസ് ആർ പെർമനന്റ് റിവർ ഡൈവേർഷൻ വർക്ക്സ് ആൻഡ് ആർ റിലേറ്റീവ്ലി ലോ ഡാംസ് കൺസ്ട്രക്റ്റഡ് ടു എ റിവർ ടു റൈസ് ദ റിവർ ലെവൽ സഫിഷ്യന്റ്ലി ടു ഡൈവേർട്ട് ദ ഫ്ലോ ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട്. അതെന്താണ് ഈ പറഞ്ഞ ബരാജസ് അല്ലെങ്കിൽ വേസ് എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് ഡൈവേർഷൻ വർക്ക്സ് ആണ്. അതായത് നമ്മൾ കൺസ്ട്രക്ട് ഒരു മിനി ഡാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വാട്ടർ നമുക്ക് പ്രോപ്പർ സപ്ലൈ, കനാലിലോട്ടുള്ള പ്രോപ്പർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞ വേസും ബരാജസും ആണ്.
അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ? ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. സോ വയസ്സ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? Wires may be classified according to the material of construction and certain design features. അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലും അതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയർസിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് മൊത്തം 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? മെയ്സൺറി വയർസ് വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? മെയ്സൺറി വയർസ് അത് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ വെച്ചാണ് പറയുന്നത്. വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഫീച്ചർ ആണ്. അപ്പൊ രണ്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് എന്താണ്? മെയ്സൺറി വയർസ് വിത്ത് വെർട്ടിക്കൽ ഡ്രോപ്പ്. റോക്ക് ഫിൽസ് വയർസ് വിത്ത് സ്ലോപ്പിംഗ് ഏപ്രൺസ്. എന്താണ് റോക്ക് ഫിൽ? അഗെയിൻ മെറ്റീരിയൽ പറഞ്ഞു വിത്ത് സ്ലോപ്പിംഗ് ഏപ്രൺസ്. ഡിസൈൻ കൺസിഡറേഷൻ ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് വയർസ് വിത്ത് ഡൗൺ സ്ട്രീം ഗ്ലാസസ്. അവിടെ നമ്മൾ സെയിം പറയുന്ന പാറ്റേൺ ആണ്. ദാറ്റ് ഈസ് കോൺക്രീറ്റ് എന്താണ്? കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. ഡൗൺ സ്ട്രീം ഗ്ലാസസ് എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ഫീച്ചറുമാണ്. Now what is masonry wire? Vertical drop wires. Masonry wires എന്ന് പറയാം, vertical drop wires നമുക്ക് പറയാം. An impervious horizontal floor or apron. അങ്ങനെ ഒരു impervious horizontal floor ഉണ്ട്. Like basically നിങ്ങൾ ആ ഡെഫിനേഷൻ എഴുതിയതിനു ശേഷം draw this figure. ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ എന്താണ് കാണിച്ചിട്ടുള്ളത്? കുറച്ച് പടില് കാണിച്ചിട്ടുണ്ട്. അപ്സ്ട്രീം കട്ട് ഓഫും ഡൗൺ സ്ട്രീം കട്ട് ഓഫും കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ പോണ്ട് ലെവൽ വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ക്രസ്റ്റ് ഷട്ടറും ക്രസ്റ്റ് ലെവലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ പറയുക റബിൾ അല്ലെങ്കിൽ ഏപ്രൺ. അത് ഇംപെർമിയസ് ഫ്ലോർ ആണ്. അത് നമുക്ക് എന്താണ് വെള്ളം താഴേക്ക് ലീക്കേജ് ഒന്നും വരാതിരിക്കാനായിട്ട്. ഇനി ബാരാജസും വേഴ്സും തമ്മിലുള്ള 3 മാർക്സ് ഡിഫറൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചേക്കുക. ബാരാജസും വേഴ്സ് തമ്മിൽ. വേറെ എന്താണ്? ലോ കോസ്റ്റ് ആണ്. ബാരാജസ് എന്താണ്? ഓട്ടോമാറ്റിക് ഹൈ കോസ്റ്റ് ആണ്. വേർ ലോ കൺട്രോൾ ഓൺ ഫ്ലോ. വേറസ് ബാരാജസ് ഹാവ് ഹൈ കൺട്രോൾ ഓൺ ഫ്ലോ. നോ പ്രൊവിഷൻ ഫോർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ അക്രോസ് എ റിവർ. വേറിൽ നമുക്ക് എന്താണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള പ്രോപ്പർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. വേറസ് ബാരാജസിൽ നമുക്ക് റോഡോ ബ്രിഡ്ജസോ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ചാൻസ് ഓഫ് സിൽറ്റിംഗ് ഓൺ ദ അപ്പർ സ്ട്രീം ഇസ് മോർ. വേഴ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സിൽറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ വേഴ്സിലാണെങ്കിൽ സിൽറ്റ് കൺട്രോൾ കുറവാണ്, അതായത് സിൽറ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബാരാജസിലും അതില്ല. പ്രോപ്പർ ഗേറ്റ്സ് വഴി നമുക്ക് എന്താണ് കൺട്രോളിംഗ് മെക്കാനിസംസ് ഉണ്ട്. ഇനി അഫ്ലക്സ് ക്രിയേറ്റഡ് ഇസ് ഹൈ. വേറെ അഫ്ലക്സ് ക്രിയേറ്റഡ് എന്താണ്? ഹൈ ആണ്. ബാരാജസിൽ ലോ ആണ്. സോ ഇതിനകത്ത് മിനിമം ഒരു 4 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചിരിക്കാൻ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൻ ഫംഗ്ഷൻസ് ഓഫ് എ ഡിവൈഡ് ബോൾ. നമ്മൾ ആദ്യം തോന്നുന്നു വേറെ ബാരാജിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡിവൈഡ് ബോൾ അടുത്തൊരു പാർട്ടാണ്. ഇതിന്റെ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ അടുത്ത പാർട്ടാണ് ഡിവൈഡ് ബോൾ. അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ടു സെപ്പറേറ്റ് ദ ഫ്ലോർ ഓഫ് അണ്ടർ സ്ലൈസസ് വിച്ച് ഇസ് അറ്റ് ലോവർ ലെവൽ ഫ്രം ദ വയർ പ്രോപ്പർ. നമ്മുടെ വയറിന്റെയും എന്താണ് അണ്ടർ സ്ലൈസസിന്റെ ലെവൽ തമ്മിൽ ആ ഫ്ലോർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഡിവൈഡ് ബോൾ ആണ്. ടു ഹെൽപ്പ് in providing a comparatively less turbulent pocket near the canal head regulator, resulting in deposition of silt in this pocket and thus to help the entry of silt free water to the canal. എന്താണ് നമുക്ക് ഇവിടുന്നാണ് ഒരു പ്രോപ്പർ ടെർബുലന്റ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ അവിടെ പറ്റും. ലൈക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ഫ്ലോ ആണ് വരുന്നതെങ്കിൽ ലാമിനാർ ഫ്ലോ, പ്രോപ്പർ ലാമിനാർ അല്ല, എന്നാൽ ടെർബുലന്റ് അല്ലാതെ ഫ്ലോ വരണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സിൽറ്റ് ഫ്രീ ആയിരിക്കും. സിൽറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവും. ടർബുലൻസ് കുറവാണെങ്കിൽ സിൽറ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവും. അപ്പൊ എന്ത് നമുക്ക് സിൽറ്റ് ഫ്രീ വാട്ടർ എന്ത് ചെയ്യാം? കനാലോട്ട് കൊടുക്കാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് നമ്മൾ ഈ പറയുന്ന ഡിവൈഡ് വാട്ടർ. To isolate the pocket upstream of the canal head regulator and facilitate scouring operation. എന്താണ് നമുക്ക് പറയുന്നത്? കനാൽ ഹെഡിന്റെ അപ്സ്ട്രീം പോക്കറ്റ്സ് എന്താണ്? അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്കൗറിംഗ് ഓപ്പറേഷൻസ് നമുക്ക് അവിടെ നടത്താനും പറ്റും. Now, ഫിഷ് ലാഡർ നമ്മൾ പറയുന്ന മൂന്നാമതാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടും. ഫിഷും ഉണ്ട്, ലാഡറും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ഫിഷിന്റെ മൂവ്മെന്റിന് വേണ്ടിയായിരിക്കും. സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ലാഡർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സിക്സാക് മൂവ്മെന്റ് ആണ്. A narrow opening including suitable baffles or staggering devices and it is provided adjacent to the divide board. Divide board തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന സാധനമാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. The fish ladder is provided just by the side of the divide board to the free movement of fishes. ഫിഷസിന് മൂവ് ചെയ്യാനാണ്. സോ നമുക്ക് ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. The tendency of fishes to move from upstream to downstream in winter and from downstream to upstream in monsoon. എന്താണ് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺസ്ട്രീമിലേക്ക് എപ്പം പോകും? വിന്റർ ടൈമിൽ പോകും. തിരിച്ച് നേരെ വൈസ് വേഴ്സ എപ്പോഴാണ്? മൺസൂൺ സീസണിൽ പോകും. ഇതെന്തിനാണ്? അവരുടെ ബ്രീഡിംഗ് ഹാബിറ്ററ്റ്സ് അല്ലെങ്കിൽ ലിവിംഗ് ഹാബിറ്ററ്റ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിലോ അവരുടെ ലൈഫ് എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. സോ ആ പാസേജിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു വേറെ അല്ലെങ്കിൽ എന്തെങ്കിലും ടോട്ടൽ ബ്ലോക്കിംഗ് കൺസ്ട്രക്ഷൻസ് നടത്തി എന്ത് സംഭവിക്കും? ഫിഷസിന് മൂവ് ചെയ്യാൻ പറ്റില്ല.
നമ്മളായിട്ട് ഇതിനെ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഫിഷ് ലാഡർ കൺസ്ട്രക്ട് ചെയ്യും. സോ ഈ ഫിഗറിൽ കാണാം, ഈ കാണുന്ന ഫിഷ് ലാഡർ. ഇവിടെ നമുക്ക് കാണാൻ ഒരു ഡിവൈഡ് ബോർഡിന്റെ അപ്പുറത്ത് സിക്സ് ആക്ക് മൂവ്മെന്റ് ആണ്. വെള്ളവും പോകും, ഫിഷസിന് പോകാനും പറ്റും. നമ്മളൊരു പ്രോപ്പർ ബ്ലോക്കിംഗ് അല്ല. ഇൻ കേസ് നമ്മൾ സിക്സ് ആക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ സഡൻ തടഞ്ഞു നിൽക്കേണ്ട ഒരു ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഹൈ ടെർബുലന്റ് ഫ്ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിക്സ് ആക്ക് ആയിട്ട് കൊടുക്കുന്നത്. സോ ഇത് രണ്ടും അഗെയിൻ ഫിഗേഴ്സ് ഓഫ് ഫിഷ് ലാഡേഴ്സ് ആണ്. Underslices, that is next part. Underslices are the openings provided at the base of the weir or barrage. These openings are provided with adjustable gates. Normally the gates are closed. ഈ അണ്ടർസ്ലൈസസ് നമ്മുടെ വെയറിന്റെ ഏറ്റവും അടിയിൽ കൊടുക്കുന്നതാണ്. എന്തിനാ, അവർക്ക് ഗേറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സിൽക്ക് ഫ്രീ വാട്ടർ കനാലിലേക്ക് കൊടുക്കണം. ആ ഒരു ഓപ്ഷൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർസ്ലൈസസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, suspended silk goes on depositing in front of the canal head regulator. When the silk deposit becomes appreciable, the gates are opened and the deposit silk is loosened with agitated mounting on a boat. അത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതൊരു ഗേറ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ വെള്ളം വന്ന് നിൽക്കുകയാണ്. സോ സിൽട്ട് എന്ത് ചെയ്യും, സിൽട്ട് വന്ന് ഇങ്ങനെ തട്ടി നിൽക്കുന്ന സമയത്ത് അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഗ്രാജുവലി കഴിയുമ്പോൾ അണ്ടർസ്ലൈസസിന്റെ ഗേറ്റ് നമ്മൾ തുറക്കുന്നു. അവിടെ നിന്ന് ഒരു ബോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ സിൽട്ട് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് അണ്ടർസ്ലൈസസ് യൂസ് ചെയ്യുന്നത്. Now, silt regulation work. നമുക്ക് സിൽട്ട് എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം. അതുപോലെയാണ് സിൽട്ട് എക്സ്ക്ലൂഡർ എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഈസ് എ ഡിവൈസ് കൺസിസ്റ്റന്റ് ഇൻ ദ റിവർ ബെഡ് ജസ്റ്റ് അപ്സ്ട്രീം ഓഫ് ദ റെഗുലേറ്റർ ടു എക്സ്ക്ലൂഡ് സിൽട്ട് ഫ്രം ദ വാട്ടർ എൻ്ററിംഗ് ദ കനാൽ. കനാലിലേക്ക് വരുന്ന വെള്ളത്തിൽ നമുക്ക് സിൽട്ട് പ്രിവെന്റ് ചെയ്യാൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിൽട്ട് എക്സ്ക്ലൂഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സോ ഡിസൈൻഡ് ദാറ്റ് the top and bottom layers of the flow are separated with the least possible distance. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു വെള്ളത്തിന് ടോപ്പ് ലെയർ ഉണ്ട്, ബോട്ടം ലെയർ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ലെയർ ഉണ്ട്. ഇവിടെ നമ്മൾ ടോപ്പും ബോട്ടം ലെയറിനെ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് മീൻസ് ടോട്ടൽ സെപ്പറേഷൻ അല്ല, വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്. ആ വെള്ളത്തിന്റെ ഫ്ലോയിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ടോട്ടൽ ഫ്ലോയിൽ എന്താണ് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ മൂവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ സിൽട്ട് ഫ്രീയും കിട്ടും, താഴെ സിൽട്ട് ഉള്ളതും കിട്ടും. അപ്പൊ നമുക്ക് എന്താണ്, മുകളിലുള്ള വാട്ടർ പാസ് ചെയ്യിപ്പിച്ച് മറ്റേ റെഗുലേറ്റ് ചെയ്ത എന്താണ്, കനാലിലേക്ക് പോകുന്ന വെള്ളത്തിൽ സിൽട്ട് ഉണ്ടാവും. അത് നമുക്ക് യൂസ് ചെയ്യാം സിൽട്ട് എക്സ്ക്ലൂഡർ. സോ ഇത് അതിന്റെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, ഡൈവേർഷൻ വേറെ ഉണ്ട്. സോ അവിടെ നമുക്ക് ടണൽ സ്ലൈസസ് കാണാം, ഡിപ്രസ്ഡ് ഫ്ലോർ പോക്കറ്റ് ആണ്. ഇതെന്താണ്, ഹെഡ് റെഗുലേറ്റർ ആണ്, സിൽട്ട് ഹെഡ് റെഗുലേറ്റർ ആണ് ഇവിടെ കാണുന്നത് ഏറ്റവും ടോപ്പിൽ. ഓക്കെ, ഫിഗർ ജസ്റ്റ് ഓർത്തിരിക്കണം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് സിൽട്ട് എക്സ്ക്ലൂഡറിന്റെ പടം വരയ്ക്കാൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. സിൽട്ട് ഇജക്ടർ ഓർ എക്സ്ട്രാക്ടർ. ദ സിൽട്ട് ഇജക്ടർ ഇസ് എ adhesive constructed on the canal downstream of the head regulator but upstream of the settling basin. അതായത് കനാലിന്റെ ഡൗൺ സ്ട്രീമിലും സെറ്റിലിംഗ് ബേസിന്റെ അപ്സ്ട്രീമിലുമാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്, അതിനെ നമുക്ക് സിൽട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. Now, എന്തൊക്കെയാണ് റിവർ ട്രെയിനിങ് വർക്ക്സ്? The training works which are required near the weir site in order to ensure a smooth and axial flow of water and thus to prevent the river from outflanking the works due to a change in its course. നമ്മൾ ഈ പറഞ്ഞ വേറും എന്താണ് ഡൈവേർഷൻ വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്തു. റിവർ ഈ പ്രോപ്പർ ഫ്ലോയിൽ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് കൊടുക്കുന്നത്. നമ്മൾ ഈ പറയുന്ന റിവറിന്റെ അകത്ത് വെള്ളം കറക്റ്റ് ഒരു പ്രോപ്പർ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഡൈവേർഷൻ വർക്ക്സിലേക്ക് എൻ്റർ ചെയ്യണം. എന്താണ് ഔട്ട് ഫ്ലാങ്കിങ് ഒന്നും വരാതെ പ്രോപ്പർ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റിവർ ട്രെയിനിങ് വർക്ക്സ് കൊടുക്കും. അതിനകത്ത് വരുന്നതാണ് നമുക്ക് ഏതൊക്കെ. ഫസ്റ്റ് വൺ ഇസ് ഗൈഡ് ബാങ്ക്സ് ആൻഡ് മാർജിനൽ ബൺസ്. നമ്മൾ നേരത്തെ കാണിച്ചു, ഏറ്റവും പുറത്തുള്ള മാർജിനൽ ബൺസും ഗൈഡ് ബാങ്ക്സും. ഈ കാണുന്നതാണ് ഇത് മാർജിനൽ ബൺസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഗൈഡ് ബാങ്ക്സ്. ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി വെള്ളത്തിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഗൈഡ് ബാങ്ക്സ് പ്രൊവൈഡ് ഓൺ ഏത് സൈഡ് ഓഫ് ദ ഡൈവേർഷൻ വർക്ക്സ്. രണ്ട് ഡൈവേർഷൻ വർക്ക്സിന്റെ രണ്ട് സൈഡിൽ നമ്മൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്, ഫോർ സ്മൂത്ത് അപ്രോച്ച് ആയിട്ട് പ്രിവെന്റ് ദ റിവർ ഫ്രം ഔട്ട്ഫ്ലാങ്ക്. റിവർ ഔട്ട്ഫ്ലാങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്ന ഗൈഡ് ബാങ്ക്സ് കൊടുക്കുന്നത്. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. Now, cause of failures of weirs on permeable foundation. നമ്മൾ ഈ പറഞ്ഞ വെയർസിന് ഫെയിലിയേഴ്സ് ഉണ്ടാവും. എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നല്ലല്ലോ നമ്മൾ ഈ പറയുന്ന വെയർ.
സോ അതിന്റെ ഫെയിലിയേഴ്സ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഫെയിലിയർ ഡ്യൂ ടു സബ് സർഫസ് ഫ്ലോ, ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. സെക്കൻഡ് വൺ ഇസ് ഫെയിലിയർ ഡ്യൂ ടു സർഫസ് ഫ്ലോ. സബ് സർഫസ് ഫ്ലോ കാരണം നമുക്ക് എന്താണ് ഫെയിലിയർ വരാം, സർഫസ് ഫ്ലോ കാരണം നമുക്ക് ഫെയിലിയർ വരാം. ഓക്കെ, അല്ല സബ് സർഫസ് ഫ്ലോയിൽ നമുക്ക് എന്താണ് രണ്ട് കണ്ടീഷൻസ് വരാം, പൈപ്പിംഗ് ഡ്യൂ ടു എക്സിറ്റ് ഗ്രേഡിയന്റും റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റും. ഇതാണ് ഏതിൽ വരുന്ന സബ് സർഫസിൽ വരുന്ന രണ്ട് കണ്ടീഷനാണ്, പൈപ്പിംഗ് ഡ്യൂ ടു എക്സിറ്റ് ഗ്രേഡിയന്റും റപ്ചർ ഓഫ് ഫ്ലോർ ഡ്യൂ ടു അപ്ലിഫ്റ്റും ആണ്. ഓക്കെ, ഇതാണ് പൈപ്പിംഗ് ഫെയിലിയർ. പൈപ്പിംഗ് occurs below the weir if the water percolating through the foundation has a large seepage force when it emerges at the downstream. എന്താണ് ഇതിന്റെ സീപ്പേജ് ചെയ്ത് പോകുന്ന വാട്ടർ എന്താണ് ഡൗൺ സ്ട്രീമിൽ ഹയർ എന്താണ് സീപ്പേജ് ഫോഴ്സ് വരികയാണെങ്കിൽ, ഡൗൺ സ്ട്രീം സൈഡിൽ ഹയർ സീപ്പേജ് ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ എന്താണ് പൈപ്പിംഗ് ഫെയിലിയർ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. Now ഇനി സർഫസ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? ഫെയിലിയർ ബൈ സക്ഷൻ പ്രഷർ ഉണ്ട്, ഫെയിലിയർ ബൈ സ്കൗർ ഉണ്ട്. നമ്മൾ സ്കൗറിംഗ് പ്രിവെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ് സർഫസ് ഫ്ലോ കാരണമുള്ള ഫെയിലിയേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫെയിലിയർ ബൈ സക്ഷൻ പ്രഷർ ഉണ്ട്, ഫെയിലിയർ ബൈ സ്കൗറിംഗ് ഉണ്ട്. Now we come to the next part of module 1, that is seepage theories. ഇനി സീപ്പേജിന്റെ കുറച്ച് തിയറീസ് പഠിക്കാം. ഫസ്റ്റ് വരുന്നതാണ് നമുക്ക് ബ്ലൈസ് തിയറി. നമുക്ക് രണ്ടെണ്ണമാണ് കോസ്ലസ് തിയറി പഠിക്കണം, ബ്ലൈസ് തിയറി പഠിക്കാം. In 1910 Bly gave the creep theory. Bly's theory നമ്മുടെ creep theory എന്ന് പറയും. The percolating water creeps around the contact surface of the base profile of the structure with the subsoil. എന്താണ് ഈ പറയുന്ന വെള്ളം എന്താണ് ക്രീപ്പ് ചെയ്യാണ് സബ്സോയിലില്, ആ ലെവലിൽ സബ്സോയിൽ തൊട്ട് മുകളിലൂടെ ക്രീപ്പ് ചെയ്യാണ്. നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, the length of path thus traversed by percolating water is called length of creep. ഈ വെള്ളം പെർക്കുലേറ്റ് ചെയ്യുന്ന ലെങ്തിന് നമ്മൾ എന്ത് പറയും? ക്രീപ്പ് ലെങ്ത് എന്ന് പറയും. ഇവിടെ നമ്മൾ ബ്ലൈസ് ഒരു കണ്ടീഷൻ ഉണ്ട്, the head loss is proportional to the creep distance travel. ഇവിടെ വരുന്ന ഈ ട്രാവലിംഗ് വരുന്ന ഹെഡ് ലോസ് എന്താണ്? ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ക്രീപ്പ് ഡിസ്റ്റൻസ് ട്രാവൽ എന്നാണ് പറയുന്നത്. Now ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇത് സീപ്പേജ് ഹെഡ്, നമ്മൾ പോകുന്ന സീപ്പേജ് ഹെഡ് എന്നാണ് HS എന്നാണെങ്കിലും LT എന്ന് പറയുന്ന ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് എന്താണ് ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ HS by LT ഇതാണ്. ദാറ്റ് ഇസ് HS എന്നാണ് ഹെഡ് ലോസ് ആണ്, LT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. സോ അപ്പോൾ യൂണിറ്റ് ലെങ്തിന് എന്തായിരിക്കും നമുക്ക് വരുന്ന ഹെഡ് ലോസ്? ദാറ്റ് ഇസ് HS by LT എന്നാണ്. ഇവിടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് ഇൻവേഴ്സ് ഓഫ് ബ്ലൈസ് ക്രീപ്പ് കോഎഫിഷ്യന്റ് C. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് I എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് ഇസ് ഇൻവേഴ്സ് ഓഫ് ബ്ലൈസ് ക്രീപ്പ് കോഎഫിഷ്യന്റ് C which varies from 10 to 18 ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, now Bly's theory made no distinction. Bly's theoryന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. No distinction between creep in the horizontal direction below the flow and the creep in vertical direction. എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ക്രീപ്പും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ക്രീപ്പും നമ്മൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല ആര്? ബ്ലൈസ്. Bly's theory is quite simple and convenient. Advantages ആണ് നമ്മൾ പറയുന്നത്, കൺവീനിയന്റും സിമ്പിളും ആണ്. A large number of early irrigation structures are designed using this theory. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ്? ബ്ലൈസ് തിയറി വെച്ചിട്ടാണ്. Some of these structures are existing even today, but unfortunately a few of them have failed. കുറേയൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, പക്ഷെ പലതും എന്താണ് ഫെയിൽ ആയി പോയി, കാരണം ഒരു ഓൾഡ് സ്റ്റൈൽ ടെക്നോളജി ഡിസൈൻ ആണല്ലോ. Now Bly's തിയറിയിലുള്ള ടൈപ്പ് ഓഫ് സോയിൽ വെച്ച് നമ്മൾ വാല്യൂ ഓഫ് C പറയുന്നതാണ്. യൂഷ്വലി ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്ന വാല്യൂസ് ആണ്. Now Bly's theory equation എന്ന് പറഞ്ഞാൽ T is equal to 4/3 into H by G minus 1. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? Bly's theory ഇക്വേഷൻ വരുന്നത്. സോ നമുക്കൊരു പ്രോബ്ലം ആണ് കാണാൻ. ഫൈൻഡ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആൻഡ് അപ്ലിഫ്റ്റ് പ്രഷർ അറ്റ് പോയിന്റ് 15 meter ഫ്രം ദ അപ്സ്ട്രീം എൻഡ് ഓഫ് ദ ഫ്ലോർ ഇൻ ദ ഫിഗർ. അതെന്താണ് 15 meter? അതായത് ഈ പോയിന്റ് സിയിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്? അവിടുത്തെ അപ്ലിഫ്റ്റ് പ്രഷർ, ദാറ്റ് ഇസ് ഈ പോയിന്റിലാണ് നമുക്ക് അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ. ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്താണ്? 2 into 6, അതായത് ഈ ഹൈറ്റ് നമുക്ക് ഇങ്ങനെ കയറി ഇങ്ങനെയല്ലേ പോകുന്നത്. സോ ദിസ് ഇസ് ദ പാത്ത് വരുന്നു, നമുക്ക് ഇങ്ങനെ പോകുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ക്രീപ്പ് ചെയ്യുന്ന ലെങ്ത്. സോ 12. ഇനി 10 ഈ പറയുന്നതാണ് നമുക്ക് 10, അവിടെ നമ്മൾ ഇങ്ങനെ വരുന്നു, തിരിച്ച് ഇങ്ങനെ പോകുന്നു, ദാറ്റ് ഇസ് 2 into 3 വന്നു, പ്ലസ് നമ്മളാണ് ഈ അറ്റം വരെ ക്രീപ്പ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് 20 and 2 into 8. ഇതാണ് നമ്മുടെ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരുന്നു. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് ക്രീപ്പ് ലെങ്ത് 64 meter എന്ന് കിട്ടി. ഹൈറ്റ് എത്രയാണ്? നമുക്ക് 6 meter ആണെന്ന് അറിയാം നമുക്ക്. ഓക്കെ, ക്രീപ്പ് ലെങ്ത് അപ് ടു C എത്രയാണ് നമുക്ക്? സോ 2 into 16, അതുപോലെ തന്നെ ഒരു പ്ലസ് 2 into 3 വരുന്നുണ്ട്, ഒരു 15 വരുന്നു. സോ 33 meter ആണ് നമുക്ക് അവിടെ വരുന്നത്. എന്താണ് തിക്നെസ് ഓഫ് ഫ്ലോർ റിക്വയർഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? TC is equal to 4/3 H into G minus 1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. Now ഇനി ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ്, നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഫസ്റ്റ് വൺ, it does not differentiate between vertical creep and horizontal creep. Vertical creep ഉം horizontal creep നമ്മൾ വ്യത്യാസം ആരും നോക്കുന്നില്ല, ബ്ലൈസ് നോക്കുന്നില്ല. It states that the head loss variation is linear. Head loss variation linear ആണെന്ന് പറയുന്നത്, പക്ഷേ ആക്ച്വലി എന്താണ്? It is non-linear. No distinction is made between the head loss on the outer faces and that on the inner faces. ഷീറ്റ് പൈലിന്റെ ഔട്ടർ ഫേസിലും ഇന്നർ ഫേസിലും ഉള്ള ഹെഡ് ലോസ് എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല, ഒരേപോലെയാണെന്ന് പറയുന്നത്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എവിടെയാണ്? ഷീറ്റ് പൈലിന്റെ ഔട്ടർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ എഫക്ട്.
It does not emphasize the importance of the downstream pile without which piping failure occurs. Downstream pile importance ആര് പറയുന്നില്ല, ബ്ലൈസ് പറയുന്നില്ല. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, X എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ? ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. The theory does not give any theoretical or practical method for the determination of safe gradient. Safe gradient കണ്ടുപിടിക്കാനായിട്ട് ഒരു theoretical അല്ലെങ്കിൽ practical method രണ്ടും പറയുന്നില്ല. ആര്? ബ്ലൈസ് തിയറി രണ്ടും നമുക്ക് പറഞ്ഞു തരുന്നില്ല. Bright not consider the effect of length of the intermediate pile. Intermediate pile ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എന്താണ് കൺസിഡർ ചെയ്യുന്നില്ല. ലൈക്ക് അതാണ് പുള്ളി പറഞ്ഞത് സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് മെത്തേഡ് ആണ്. അത് പലതും പുള്ളി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ഇപ്പൊ പറയുന്ന ഈ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. Lane's theory. Lane analyzed a large number of dams and wells found on pervious foundations which failed or did not fail. Lane എന്താണ്? Lane's theory നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒന്നുമില്ല, ഇവിടുത്തെ ഒരു കണ്ടീഷൻ മാത്രം ഓർത്തിരിക്കാം. This theory gives a vertical creep 3 times more weightage as compared to the horizontal creep. നമ്മൾ എന്താണ് നേരത്തെ ബ്ലൈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഒരേപോലെയാണ് കൺസിഡർ ചെയ്തത്. ലെയ്ൻസ് തിയറിയിൽ എന്താണ് വെർട്ടിക്കൽ ക്രീപ്സിന് 3 ടൈംസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ ക്രീപ്പ് എത്ര 1 ആണെങ്കിൽ വെർട്ടിക്കൽ ക്രീപ്പ് 3 ആണ്. അത്രയും മാത്രമേ ലെയ്ൻസ് തിയറിയിൽ വ്യത്യാസമുള്ളൂ. ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. ദാറ്റ് ഹി ഗിവ്സ് 3 times importance അല്ലെങ്കിൽ 3 times the vertical creep compared to horizontal creep. ആ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക ലെയ്ൻസ് തിയറിയിൽ. സോ ഇനി നമുക്ക് ഈ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്, അതായത് കോസ്ലാസ് തിയറി. സോ കോസ്ലാസ് തിയറിയിലെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? The outer faces of the end sheet piles are much more effective than the inner faces. Okay, എന്താണ് നമ്മുടെ ഷീറ്റ് പൈലിന്റെ ഔട്ടർ സൈഡിലാണ് more effective than compared to the inner face. The intermediate piles are smaller in length than the outer piles are ineffective except for some local redistribution of pressure. ഔട്ടർ സൈഡിലുള്ള പൈൽസിനെക്കാളും ചെറുതായിട്ടുള്ള ഇന്റർമീഡിയറ്റ് പൈൽസ് ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ എഫക്ട് നമ്മൾക്ക് നെഗ്ലക്ട് ചെയ്യാം. ഇൻ കേസ് എക്സെപ്റ്റ് ഫോർ സം റീഡിസ്ട്രിബ്യൂഷൻ, ലോക്കൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷറിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Undermining of the flow starts from the tail end when the hydraulic gradient at the exit is greater than the critical gradient of that particular soil. എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് അണ്ടർമൈനിങ് അല്ലെങ്കിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പൈപ്പിംഗ് ഫെയിലിയേഴ്സ് വരും. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ എൻഡ് ടെയിൽ ആണ്. ഓക്കെ, when the hydraulic gradient at the exit is greater than the critical gradient. എക്സിറ്റിലുള്ള എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് നമ്മുടെ ക്രിട്ടിക്കൽ ഗ്രേഡിയന്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് ഈ പൈപ്പിംഗ് സംഭവിക്കുന്നത്. അത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടെയിൽ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Now this is figures shows കോസ്ലാസ് ഫ്ലോ നെറ്റ്. കോസ്ലയുടെ ഫ്ലോ നെറ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പടം ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി, തിയററ്റിക്കലി ആവശ്യമില്ല. Now കോസ്ലാസ് തിയറി നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം ചെയ്യാനുള്ള രീതിക്കുള്ള മെത്തേഡ് നമുക്ക് പഠിക്കുന്ന ഏതാണ്? കോസ്ലാസ് തിയറി. ഇറ്റ് കോൾഡ് ദ മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് നമുക്ക് എന്ത് ഇവിടെ പഠിക്കാനുള്ളത്. Now ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. A straight horizontal floor of negligible thickness with a sheet pipe lying on the upstream end and a downstream end. അതായത് ഇവിടെ നമ്മൾ സിമ്പിൾ പ്രൊഫൈൽസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തിന്? ഈ തിയറി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് a straight horizontal floor of negligible thickness. Horizontal floors negligible thickness ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. A straight horizontal floors depressed below the bed but without any vertical cutoffs. ഞാൻ depressed below the bed ആണ് എന്താണ് without any vertical cutouts ആണ്. Now ഇതാണ് നമ്മുടെ കോസ്ലാസ് പ്രഷർ കർവ്. നമുക്ക് എക്സാമിന് നമുക്ക് ഈ കർവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റിന്റെ ആൻസർ സോൾവ് ചെയ്യുന്നത്. ഈ ഗ്രാഫ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസേഴ്സ് കിട്ടും. ആക്ച്വലി ഈ ഗ്രാഫ് ഭയങ്കര എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേണ്ട വാല്യൂസ് ഒക്കെ ഇതിന്റെ മുകളിൽ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് മൊത്തത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്താൽ തന്നെ എന്താണ് നമുക്ക് ഫൈനൽ ആൻസറിലൂടെ എത്താൻ പറ്റും. Now കോസ്ലാസ് മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ നമുക്കുള്ള കീ 3 പോയിന്റ്സ് അല്ലെങ്കിൽ കീ 3 കറക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് ഓഫ് പൈൽസ്. അതായത് 2-3 പൈൽസ് ഉണ്ടെങ്കിൽ അതിന്റെ മ്യൂച്വൽ ഇന്റർഫറൻസ് എന്താണ് അത് നമ്മൾ കൺസിഡർ ചെയ്യണം, അതിന്റെ കറക്ഷൻസ് ചെയ്യണം. കറക്ഷൻ ഫോർ തിക്നെസ് ഓഫ് ഫ്ലോർ. നമ്മൾ തിക്നെസ് നെഗ്ലിജിബിൾ ആണ് പറഞ്ഞെങ്കിൽ ആ തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് കറക്ഷൻ കൊടുക്കുന്നത്. കറക്ഷൻ ഫോർ സ്ലോപ്പ് ഓഫ് ദ ഫ്ലോർ. ആ സ്ലോപ്പിന് നമ്മൾ എന്താണ് കറക്ഷൻ കൊടുക്കണം. സോ കൺസിഡർ ദിസ് ഫിഗർ. ഇവിടെ നിന്ന് ഫസ്റ്റ് പൈൽ ഉണ്ട്, സെക്കൻഡ് പൈൽ ഉണ്ട്, തേർഡ് പൈൽ, നമുക്ക് 3 പൈൽ വരുന്നുണ്ട്. Correction for mutual interference ആണ് ഇക്വേഷൻ എന്താണ്? C is equal to 90 into root d by b dash into small d plus capital D divided by b. ഇവിടെ എന്താണ് ഈ b dash എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 piles, രണ്ട് പൈൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞ ഡെപ്ത് ഓഫ് ദ പൈൽ ലൈൻ ആണ്.
ഓക്കെ, ദ ഇൻഫ്ലുവൻസ് ഓഫ് വിച്ച് വൺ ഹാസ് ടു അപ്പിയർ ഫ്രം ദി അതർ. അത് രണ്ട് പൈലറ്റ് തമ്മിലുള്ള എന്താണ് അവരുടെ ഒരു ഇന്റർഫറൻസിന്റെ ഡെപ്തിനെയാണ് പറയുന്നത്. ഡി സ്മോൾ ഡി എന്ന് പറഞ്ഞ ഡെപ്ത് ഓഫ് പൈലറ്റ് വിച്ച് ദ എഫക്ട് ഇസ് കൺസിഡർ. അതായത് 2 കാരണം 1-ലുള്ളതാണെങ്കിൽ എന്താണ് ആ 1-ന്റെ ഡെപ്ത് ആണ് പറയുന്നത്. കാരണം മറ്റത് കാരണം ആർക്കാണ് എഫക്ട് സംഭവിക്കുന്നത് ആ ഡെപ്ത് ആണ് നമ്മൾ പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ലെങ്ത് ആണ് ബി എന്ന് പറയുന്നത്. Now, the correction is positive for the points rear of the backwater and negative point for the forward in direction flow. അതായത് ഈ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ നമ്പർ 2 പൈല് കാരണം ഇവിടെ C1 അവിടുത്തെ കറക്ഷൻ എന്തായിരിക്കും പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, റെയർ എൻഡ് ആണെങ്കിൽ പോസിറ്റീവും ഫോർവേഡ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ്. അതായത് ഇപ്പം 2 കാരണം 3 വരുന്ന E3 ആണെങ്കിൽ എന്തായിരിക്കും ഫോർവേഡ് സൈഡിലാണ്, അത് നെഗറ്റീവ് ആണ്. ഇപ്പൊ 2 കാരണം 1 വരുന്ന C1 ആണെങ്കിലോ ദാറ്റ് ഇസ് പോസിറ്റീവ്. നൗ കറക്ഷൻ ഫോർ തിക്നെസ് ഓഫ് ഫ്ലോർ നമ്മൾ കുറച്ച് കറക്ഷൻസ് കൊടുക്കും. ദാറ്റ് ഇസ് ഈ കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് E1 to C1 ആണ്. ഇയും സിയും തമ്മിൽ എന്താണ് ആക്ച്വലി ഈ അല്ല അതിന്റെ തിക്നെസ്, E1 എന്ന് പറഞ്ഞ കറക്റ്റ് തിക്നെസ് ഉണ്ട്. സോ അവിടെ നിന്നാണ് ഒരു കറക്ഷൻ ഫാക്ടർ നമുക്ക് വരുന്നുണ്ട്. അതെ, വെറും 489 രൂപ. എന്ത്? അതെ, വെറും 489 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയും കൊടുക്കാത്ത പ്രൈസിൽ ബിടെക്കിന്റെ S2, S4, XS എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസുകൾ ബിടെക് ട്യൂട്ടർ നിങ്ങൾക്കായി തരാൻ പോകുന്നത്. ഈ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേ? ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ക്ലാസുകൾ, ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും ഔട്ട്പുട്ട് കിട്ടുന്ന ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും, PDF നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ് എഞ്ചിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ചെറിയ സർപ്രൈസുകളുണ്ട്. എന്താ സർപ്രൈസ് എന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ലാബിന്റെ ക്ലാസുകളും കൂടാതെ ഇൻഡസ്ട്രി, ഇലക്ട്രിക് സബ്ജക്ട് അങ്ങനെ സെമസ്റ്ററിന്റെ മുഴുവൻ ക്ലാസുകളും വെറും 750 രൂപയ്ക്ക്. 750 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഈ പറയുന്ന തിയറിയോ ലാബിന്റെയോ ക്ലാസ് കിട്ടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. പുറത്ത് ഒരു സബ്ജക്റ്റിന് 1000, 2000 വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു സെമസ്റ്റർ മുഴുവൻ വെറും 750 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യില്ലേ ബിടെക് ട്യൂട്ടർ ഫോർ ബിടെക് സ്റ്റഡീസ്. Now, correction for slope. നമുക്ക് എന്താണ് സ്ലോപ്പ് h is to horizontal to vertical ആണ് സ്ലോപ്പ് പറഞ്ഞാൽ കറക്ഷൻ ഫാക്ടർ 1:1 റേഷ്യോ ആണ്. കറക്ഷൻ ഫാക്ടർ 11.2 ആണ്. സോ യൂഷ്വലി എന്താണ് കറക്ഷൻ ഫാക്ടേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇട്ടാൽ ചെയ്യേണ്ട. ആക്ച്വലി ഈ ടേബിൾ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. Exit gradient. It has been determined that for standard form consisting of floor length B with a vertical cutoff depth D, the exit gradient is at downstream and is given by. നമുക്ക് അത് അറിയാനുള്ള എക്സിറ്റ് ഗ്രേഡിയന്റ് നമ്മൾ പറഞ്ഞു ബ്ലൈസ് തിയറി എന്താണ് എക്സിറ്റ് ഗ്രേഡിയന്റ് കൺസിഡർ ചെയ്തിട്ടില്ല, പക്ഷേ കോസ്റ്റ്ലി എന്താണ് എക്സിറ്റ് ഗ്രേഡിയന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താണ് G is equal to h/d into 1/pi into root lambda. ഈ ലാംഡ എന്താണ് 1 plus root of 1 plus alpha square by 2. ആക്ച്വലി നമ്മുടെ കോസാസ് കർവിൽ ഡയറക്റ്റ് ഈ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. So determine the percentage pressure at various key points in the figure below using Kosla's method ആണ്. സോ നമുക്ക് ഇവിടെ എന്താണ് സ്ലോപ്പ് എല്ലായിടത്തും തന്നിട്ടുണ്ട്, നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, പൈ ലെങ്ത് എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. സോ ഇതിന്റെ അകത്ത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിറ്റ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം, വേരിയസ് പോയിന്റ്സിലുള്ള അതായത് E1 കണ്ടുപിടിക്കണം, C1 കണ്ടുപിടിക്കണം, E2, C2 എഫക്ട്സ് കറക്ഷൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. സോ കോസാസ് കർവ് നമ്മൾ എടുത്തു. എന്താണ് അപ്സ്ട്രീം ലൈൻ പൈൽ നമ്പർ 1-നാണെങ്കിൽ നമുക്ക് ടോട്ടൽ ലെങ്ത് B അറിയാം, ഡെപ്ത് D അറിയാം, ആൽഫ എന്താണ് B/D ആണ്. അപ്പൊ 1/α കിട്ടി. അപ്പൊ നമ്മൾ എന്താണ് 1/α നമുക്ക് എന്താണ് കർവിന്റെ ലൈൻ ഏതാണെന്ന് മനസ്സിലാവും. അവിടെ 5C1 5D1 കണ്ടുപിടിച്ചു. ഓക്കെ, 5C1 must be corrected for 3 corrections. അതായത് നമുക്ക് ആ ടേബിളിൽ നിന്ന് അതായത് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് 5C1 5D1 കിട്ടി, അതിന്റെ കറക്ഷൻസ് നമ്മൾ കൊടുക്കണം. അതിന് കറക്ഷൻ ഫോർ C1 ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിയും നമുക്ക് എല്ലാം വാല്യൂസ് അറിയാം. ഓക്കെ, ഡെപ്ത് ഓഫ് നമ്പർ പൈൽ നമ്പർ 1 പൈൽ നമ്പർ 2 ഒക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ഫിഗറിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗർ നോക്കി തന്നെ എന്താണ് ടോട്ടൽ ഡെപ്ത് എല്ലാത്തിനും നമുക്ക് അറിയാം. ഓക്കെ, അത് വെച്ച് നമുക്ക് കറക്ഷൻ 1.88% കിട്ടും. സിമിലർലി കറക്ഷൻ ഡ്യൂ ടു തിക്നെസ് ഓഫ് ദ ഫ്ലോർ ആ പോയിന്റ് നമ്മൾ എന്താണ് അടുത്ത തിക്നെസ്സിന് വേണ്ടിയിട്ടുള്ള അടുത്ത കറക്ഷൻസ് നമ്മൾ കൊടുക്കുന്നതാണ്. കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് അത് നമുക്ക് എന്താണ് കറക്റ്റഡ് 5C1 നമുക്ക് എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെ ഇക്വേഷൻസ് ഓൾറെഡി കോസ്ലാസ് കർവ് ഡാറ്റ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ടോപ്പ് പോർഷൻസിൽ എന്താണ് 5C1 5D1 അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് 5യുടെ വാല്യൂസ് എല്ലാം അത് കറക്ഷൻ വാല്യൂസ് എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ കാൽക്കുലേഷൻസ് മാത്രം നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിൽ ചെയ്താൽ മതി. ഇനി ഇന്റർമീഡിയറ്റ് നമ്പർ പൈൽ 2 നമ്മൾ എന്താണ് സെയിം മെത്തേഡ് കൺസിഡർ ചെയ്യുന്നു. ലൈക്ക് അവിടെ എന്താണ് 5E2 5C2 5D2 ആ സെക്കൻഡ് പൈലിൽ വരുന്ന വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ കറക്ഷൻസ് എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത പോലെ ഇന്റർഫറൻസ് കാരണമുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, കറക്ഷൻ ഡ്യൂ ടു ഫ്ലോർ തിക്നെസ് കണ്ടുപിടിക്കുന്നുണ്ട് ആൻഡ് ഫോർ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സാധനം നമ്മൾ റിപ്പീറ്റ് ചെയ്യും നമ്മൾ എന്താണ് ഇവിടെ കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് E3 നമ്മൾ ഫുൾ സാധനങ്ങൾ കറക്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ എന്താണ് എക്സിറ്റ് ഗ്രേഡിയന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എക്സിറ്റ് ഗ്രേഡിയന്റ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞു. എക്സിറ്റ് ഗ്രേഡിയന്റ് ഇക്വേഷൻ എന്താണ് ആൽഫ നമുക്കറിയാം. സോ G is equal to h/d into 1/pi/root lambda. ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. 3 കറക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. കറക്ഷൻസ് ഇക്വേഷൻസ് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കണം ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക. ബാക്കി 2 കറക്ഷൻസിന്റെ ഇക്വേഷൻസ് വാല്യൂസ് നമുക്ക് എവിടെ നിന്നാണ് കോസ്ലാസ് കർവ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ആ കർവ് ഏതാണെന്ന് മനസ്സിലാക്കണം. ആൽഫ എന്ന് പറയുന്നത് B/D കാരണം എല്ലാ വാല്യൂസ് ആൽഫ എന്താണെന്ന് ഉൾപ്പെടെ നമുക്ക് എന്താണ്
കോസ്ലാസ് കർവിൽ തന്നിട്ടുണ്ട് B/D ആണ്. B/D നമുക്ക് അറിയുന്നതാണ് വാല്യൂസ് ക്വസ്റ്റ്യൻ തരുന്നതാണ്. സോ നമ്മൾ ചെയ്യുമ്പോൾ ആൽഫ കിട്ടും. 1/α ആണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കർവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ 1/α കർവ് ഇട്ട് നമ്മൾ കർവ് സെലക്ട് ചെയ്യാണ്. അതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു 5C1, 5D1, 5E1 വാല്യൂസ് ഒക്കെ നമുക്ക് അങ്ങനത്തെ 5 വാല്യൂസ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈവൻ ആ പൈലിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ വരെ നമുക്ക് കോസ്ലാസ് കർവിൽ തന്നിട്ടുണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് നമുക്ക് എന്താണ് ഫൈനലി നമ്മൾ കോസ്ലാസ് കർവ് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കണം, അതിന്റെ കറക്ഷൻസ് കണ്ടുപിടിക്കണം. നമുക്ക് മോഡലിലൂടെ വളരെ സിമ്പിൾ അല്ലേ. അതായത് എന്തൊക്കെയാണ് ഡൈവേർഷൻ വർക്ക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക, സൈറ്റ് ഏതാന്ന് പഠിക്കുക, വേറിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക, ബാക്കി പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക, ബ്ലൈസ് തിയറി, അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് നോക്കുക, കോസ്ലാസ് തിയറി വെച്ച് നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക. ഇത്രയും സുന്ദരമായിട്ട് നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.